കടന്നു പോകുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാൻ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവിക സമാധാനം നിങ്ങളേവരുടെ ഹൃദയങ്ങളിലുമായിട്ട് നാം ഇന്നോടെ ചിന്തിക്കാൻ പോകുന്ന സങ്കീർത്തനം 129. സങ്കീർത്തനം 129 നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രാർത്ഥനയാണ് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ശത്രുക്കൾ തന്നെ ഉപദ്രവിച്ചുവെന്നും ആ ഉപദ്രവിച്ചപ്പോൾ ഒന്നും ശത്രുക്കൾ ജയിച്ചില്ല എന്നും കർത്താവ് സകലത്തിൽ നിന്നും തന്നെ വിടുവിച്ചു എന്നും വിഷയത്തെ സംബന്ധിച്ച് അതിനെ ഓർത്തുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നത്. ഇതേപോലെ പ്രാർത്ഥനയല്ലേ നമുക്ക് നമ്മുടെ സാക്ഷ്യമായിട്ട് പറയാനുള്ളത്? നാം ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിച്ച ശേഷം, അതായത് ക്രിസ്തുവിനെ നാം അറിഞ്ഞതിന് ശേഷം മുന്നോട്ടുള്ള ജീവിതത്തിലെല്ലാം ശത്രു നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മനുഷ്യന്മാരല്ല. നമ്മുടെ ശത്രു ദുഷ്ട ആത്മസേനയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയാം, ആ ശത്രുക്കൾ നിങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കുന്നോ അത്രത്തോളം ആ ശത്രു നിങ്ങൾ ജയിക്കത്തില്ല. നിങ്ങൾ അവരുടെ മേൽ ജയഘോഷം കൊള്ളുകയുള്ളൂ. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ബലവാനെ കെട്ടിയിട്ടല്ലാതെ ഉള്ളിൽ കടന്നിട്ട് അതിൻ്റെ കോപ്പുകളൊന്നും എടുക്കാൻ സാധിക്കുകയില്ല എന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പറയാണ്, നിങ്ങൾ ലോകത്തിൽ വെളിച്ചമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിനെ തോൽപ്പിച്ചവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നാം കടന്നു പോകുന്ന സകല വിഷയങ്ങളിൽ നിന്നും സകല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. ശത്രു നമ്മൾ എത്രത്തോളം ഉപദ്രവിച്ചോ അത് നാളേക്കുള്ള സാക്ഷ്യങ്ങളായിരിക്കും. ഹല്ലേലൂയ. ശത്രു നമ്മളെ എത്രത്തോളം ഉപദ്രവിച്ചോ അത് നാളെ നമ്മുടെ സാക്ഷ്യങ്ങളായിരിക്കും. എന്താണ് സാക്ഷ്യം? ശത്രു ഉപദ്രവിച്ചു എന്നാണോ സാക്ഷ്യം? അല്ലല്ല. ശത്രു എന്നെ ഉപദ്രവിച്ചപ്പോൾ അവൻ എന്നെ രക്ഷിച്ചു എന്ന് പൗലോസിന് ഇത് തന്നെ പറയാനുള്ളത്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു, അവൻ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതേപോലെ നാം കടന്നു പോകുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുവാൻ. അങ്ങനെ താണിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ കർത്താവിന് ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ വചനം പറയാണ്, യഹോവഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവേ. വചനത്തിൻ്റെ ബോധ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നാം ശത്രുവിനോട് എതിർത്ത് നിൽക്കും. എന്താണ് ആ വചനം? വചനം എന്ന് പറയുന്നത് ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത്, യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകൾ അറുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ശത്രു നമുക്ക് എന്തെങ്കിലും ഒരു കുടുക്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം പറയാം, കർത്താവ് ഇത് മുന്നമേ അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മേൽ ശത്രു കുടുക്കിടുന്നുണ്ടെങ്കിൽ അത് അവൻ മുറിച്ചു കളയും. നിങ്ങൾക്ക് മുറിച്ചു കളയാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ പിശാചിനെ തോൽപ്പിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനം പറയാണ്, നിങ്ങളിൽ ഉള്ളവനാണ് പിശാചിനെ തോൽപ്പിച്ചത്. മനുഷ്യന്മാർ ഒരിക്കലും പിശാചിനെ തോൽപ്പിച്ചിട്ടില്ല. ആ മനുഷ്യന് പിശാചിനെ തോൽപ്പിക്കാൻ സാധ്യവുമല്ല. പക്ഷെ നിങ്ങളിൽ ഉള്ളവൻ ഒരുവൻ വസിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശത്രു നമ്മളെ എത്ര ഉപദ്രവിക്കുന്നോ അത് നാളേക്കുള്ള സാക്ഷ്യങ്ങളായിരിക്കും. ആ സാക്ഷ്യങ്ങളിൽ കൂടെ നമ്മൾ ഇതുകൂടി ഉൾപ്പെടുത്തും, അവൻ എന്നെ സകല അധർമ്മത്തിൽ നിന്നും സകല അശുദ്ധിയിൽ നിന്നും മാത്രമല്ല സകല പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന്. ഇത് നിങ്ങൾക്ക് സാക്ഷ്യമായിരിക്കട്ടെ. ആമേൻ.